എയിംസ് ആലപ്പുഴയിൽ കൊണ്ടുവരുമെന്ന സുരേഷ് ഗോപിയുടെ അവകാശവാദത്തെ ചൊല്ലി ബിജെപിയിൽ തർക്കം. തനിക്കൊറ്റ നിലപാടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ എയിംസിൽ ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായമല്ല പുറത്തുവരുന്നത് എന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. നേതാക്കൾ പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. എയിംസ് എവിടെ വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ബിജെപിയോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം ബിജെപി രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല. ഈ തീരുമാനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് എടുക്കേണ്ടത്. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായമല്ല, എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, സുരേഷ് ഗോപിയുടേത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് വി മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമാണ് എന്നാണ്. എയിംസിനെ ചൊല്ലിയുള്ള ബിജെപിക്കുള്ളിലെ തർക്കം അഭിപ്രായ ഭിന്നതയാണോ മറനീക്കി പുറത്തുവരുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കാണാൻ. കാരണം ഈ കാര്യത്തിൽ സുരേഷ് ഗോപി കുറെ കാലമായി ആലപ്പുഴയിലേക്ക് എയിംസ് കൊണ്ടുവരും എന്നുള്ള അവകാശവാദമൊക്കെ നിരത്തുന്നുണ്ട്. എന്തായാലും കുറെ കാലമായുള്ള ആവശ്യമാണ് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുക എന്നുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെയും അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞതിന് വിരുദ്ധമായി ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരുന്നെങ്കിൽ ആലപ്പുഴയിൽ കൊണ്ടുവരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ ബിജെപി കേന്ദ്ര നേതൃത്വത്തിനും ബിജെപി സംസ്ഥാന നേതൃത്വം തന്നെ നിലവിൽ കത്ത് നൽകുകയും അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് വി മുരളീധരന്റെ ഈ പ്രസ്താവന എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബിജെപി സംസ്ഥാന നേതൃത്വം ചിന്തിക്കുന്നിടത്തല്ല നിലവിൽ സുരേഷ് ഗോപി ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നത് തന്നെയാണ്. സുരേഷ് ഗോപി നേരത്തെയും ഇത്തരത്തിലുള്ള കിനാലൂരിൽ സംസ്ഥാന സർക്കാർ എയിംസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുത്ത് നൽകാം എന്നുള്ള ഉറപ്പൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അതിന് കഴിയില്ല എന്നുള്ള നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത്. താൻ എയിംസ് കൊണ്ടുവരുന്നെങ്കിൽ ആലപ്പുഴയിലായിരിക്കും എന്നുള്ള നിലപാടൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ബിജെപി നേതൃത്വം പൂർണ്ണമായും അതിപ്പോൾ തള്ളുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കത്ത് നൽകിയതും ഒപ്പം തന്നെ ബിജെപി നേതാക്കൾ സംസ്ഥാനത്തെയും ഒപ്പം തന്നെ മുതിർന്ന ദേശീയ തലത്തിലുള്ള നേതാക്കളും ഒക്കെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അല്ല, സുരേഷ് ഗോപിയുടെ നിലപാടല്ല തങ്ങൾക്ക്